സർ, കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നാം ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും ദുരന്തബാധിതർക്കും പ്രതിമാസ ധനസഹായം, ചികിത്സാ സഹായവും നൽകിയും വാടക നൽകുന്നതിനൊപ്പം മാതൃകാപരമായ ഒരു ടൗൺഷിപ്പ് പദ്ധതി പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. സർ, കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 410 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. റോഡും ഡ്രെയിനേജുകളും പൊതുജനാരോഗ്യ കേന്ദ്രവും മാർക്കറ്റും കമ്മ്യൂണിറ്റി സെൻ്ററും ഓപ്പൺ തിയേറ്ററും അങ്കണവാടിയും മലിനജല സംസ്കരണ പ്ലാന്റും കളിസ്ഥലങ്ങളും ഉൾപ്പെട്ട ആസൂത്രിതമായ ഒരു ടൗൺഷിപ്പാണ് തയ്യാറാക്കുന്നത്. നാടൊന്നാകെ ഈ പുനർനിർമ്മാണ പദ്ധതിയിൽ സർക്കാരിനൊപ്പമുണ്ട്. വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കും എന്ന പ്രഖ്യാപനം കഴിഞ്ഞ ബജറ്റിൽ നടത്തിയിരുന്നു. സർ, ആ വാക്ക് പാലിക്കുകയാണ്. ഫെബ്രുവരി 3-ാം വാരത്തോടെ ആദ്യ ബാച്ച് വീടുകൾ അർഹരായവർക്ക് കൈമാറുകയാണ്. സർ, ക്ഷേമവും പുനരധിവാസവും മാത്രമല്ല നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പദ്ധതികളും യഥാർത്ഥമാക്കിയാണ് രണ്ടാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നത്. സർ, കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദേശീയപാതയുടെ NH-66 നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. സർ, ഇന്ത്യയിൽ ആദ്യമായി ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുത്ത ചെലവിൻ്റെ 25% 5580 കോടി രൂപ നൽകിയ സർക്കാരാണ് നമ്മുടേത്. UDFൻ്റെ കാലത്ത് അസാധ്യമെന്ന് വിലയിരുത്തി ഉപേക്ഷിക്കപ്പെട്ട ഈ പദ്ധതിയുടെ ഓഫീസ് പൂട്ടി ദേശീയപാത അധികൃതർ മടങ്ങിപ്പോയിരുന്നു. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ വികസന കാഴ്ചപ്പാടിൻ്റെയും ഭരണമികവിൻ്റെയും അഭിമാന പ്രതീകമാണ് ഈ ദേശീയപാത. കേരളത്തിൻ്റെ വരും തലമുറകൾ പിണറായി വിജയനെയും ഇടത് സർക്കാരിനെയും അഭിമാന പുരസ്സരം നോക്കിക്കാണും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്.